അങ്ങനെ ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങി. ഇപ്പോൾ എങ്ങോട്ടാണെന്നല്ലേ, ജീബയുടെ മോളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാ ഫ്രണ്ട്സും വിളിച്ചവരെല്ലാവരും ഓരോരുത്തരായിട്ട് എത്താൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ട് അകത്തോട്ട് പോകാൻ കരുതി നമ്മളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും വന്ന് ഞങ്ങളങ്ങനെ മുന്നോട്ട് നടന്നു പോവായിരുന്നു. വീട്ടിൽ ജീബ നമ്മളെ കാത്ത് നിൽക്കുകയായിരുന്നു. കുറച്ച് ലേറ്റായെങ്കിലും പ്രീതാമോളും സമയത്തിന് എത്താൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഒന്ന് കറങ്ങിയൊക്കെ നടന്ന് അവിടെ എല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കുറേ കാലത്തിന് ശേഷം എല്ലാവരും ഒന്ന് കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ അവർ നടത്തുന്നത്. കുറച്ച് ഡെക്കറേഷൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സിന്ധുവിൻ്റെ ചേട്ടൻ്റെ കൂടി കുറച്ച് വർത്താനമൊക്കെ പറയാമെന്ന് കരുതി അങ്ങോട്ട് പോയി. ഇത് സിന്ധുവിൻ്റെ ചേട്ടൻ്റെ മോളാണ്. അപ്പോൾ പണ്ട് ഞങ്ങളൊക്കെ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതും കണ്ടതുമൊക്കെയാണ്. അപ്പം ഈ മോളെ നമുക്ക് യൂട്യൂബിലൊക്കെ എടുക്കണമെന്ന് പറയുമായിരുന്നു. നീ മാറിയില്ലേ നിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ 1 മുതൽ 10th ക്ലാസ് വരെ പഠിപ്പിച്ച സാറുമാരെയും ടീച്ചേഴ്സിനെയൊക്കെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിക്കാത്തവർക്കൊക്കെ വേണ്ടി അങ്ങനെയാണ് ടീച്ചർ, ഇങ്ങനെയാണ് സാർ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെ എപ്പോഴും ഉള്ളതുപോലെ തന്നെ പതിവ് പ്രയോഗം, ഫുഡ് കഴിക്കാനോട്ട് പോയി നല്ല ബിരിയാണിയും ചിക്കൻ കറിയും കബാബും എല്ലാം ഉണ്ടായിരുന്നു. പപ്പടം, സലാഡ് എല്ലാം, ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് പിന്നെ അപ്പോഴാണ് പയ്യൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നത്. തലേ ദിവസം പുടവ കൊടുക്കലെന്നുള്ളൊരു ചടങ്ങുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ആൾക്കാരൊക്കെ അവിടെ അങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് ഓരോരോ ഇതൊക്കെ കൊടുക്കരുത്. കല്യാണ സാരിയാണ്, പിറ്റേ ദിവസം കൊടുക്കേണ്ട സാരിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവരെല്ലാം പോയതിന് ശേഷം പിന്നെ പതുക്കെ ഞങ്ങൾ നമ്മുടെ പതിവ് ഐസ്ക്രീമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം എടുത്തു. അങ്ങനെ ഐസ്ക്രീമെല്ലാം 1ഉം 2ഉം ഒക്കെ നല്ലോണം അടിച്ച് വിട്ടു. ജീവയുടെ വീട്ടിലല്ലേ, അപ്പോൾ ഒട്ടും കുറയ്ക്കണ്ടെന്ന് കരുതി. പിന്നെ നമ്മൾ കുറച്ച് നേരം ജീവയുടെ കൊച്ചു ചേട്ടൻ്റെ കൂടെയൊക്കെ സംസാരിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഒരു ഐസ്ക്രീം കഴിഞ്ഞ് രണ്ടാമത്തെ ഐസ്ക്രീം ഉണ്ടാക്കി നാളെ